Hi friends, welcome back to my channel. Sim Services Corner. നമ്മളിവിടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്രാക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, കാർഡിയാക് സൈക്കിൾ. ഇത് നമുക്ക് ഡെഫിനിഷൻ നിന്നിട്ട് അതിനകത്തുനിന്ന് ഓപ്ഷൻ കറക്റ്റ് എന്താണെന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ളതായിരുന്നു. അത് സീക്വൻസ് ഓഫ് മെക്കാനിക്കൽ ഇവൻറ്റ്സ് ദാറ്റ് occur during each heartbeat, that is cardiac cycle. Okay, sequence of mechanical events that occur during each heartbeat is called cardiac cycle. ഇതിൻ്റെ ടൈം ചോദിക്കാറുണ്ട്. അത് 0.8 സെക്കൻഡ് ആണ്. പോയിന്റ് നോട്ട് ആയിട്ട് എന്നൊരു ഓപ്ഷൻ കാണും, അതല്ല 0.8 സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. അത് 5 ലിറ്റർ ടു 7 ലിറ്റർ ആണ് അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then simulation. What is simulation? The education technique that enables learners to obtain skills, knowledge or behavior by involving in situations similar to real life. ഒന്നുമില്ല, നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ സമയത്ത് ഡമ്മിയിൽ ചെയ്ത് പഠിക്കൂലേ, അതായത് സിറ്റുവേഷൻ സിമിലർ ടു റിയൽ ലൈഫിന് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന ലേണിംഗ് ടെക്നിക്കിനെയാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. CPR നമ്മൾ ആദ്യം ഡമ്മിയിൽ ചെയ്ത് പഠിക്കുന്നതിനെല്ലാം ഇതൊക്കെ സിമുലേഷൻ എന്നൊരു ലേണിംഗ് ടെക്നിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നിക്ഷയ്. NIKSHAY. Nikshay is a surveillance using case-based web-based IT system for eradication of TB. Okay, Nikshay related to TB. Okay, Nikshay. Then mission. What is mission? Broad general statement of a purpose of an organization. ഒരു ഓർഗനൈസേഷൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് മിഷൻ. വിഷൻ അത് കേട്ടില്ലേ, അതാണ് മിഷൻ. ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഔട്ടർമോസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ലെയർ ഓഫ് ഐയുടെ ഔട്ടർമോസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ലെയർ ഏതാണ്? കോർണിയ. ഓക്കെ, കോർണിയാണ് ട്രാൻസ്പെറൻറ്റ് ലെയർ. ഇനി വൈറ്റ് കളേർഡ് ലെയർ ഏതാണ്? സ്ക്ലീറ. വൈറ്റ് കളർ സ്ക്ലീറ, ട്രാൻസ്പെറൻറ്റ് കോർണിയ, മാറിപ്പോരുത്. നെക്സ്റ്റ് വൺ, ഓർഗാനോഗ്രാം. വാട്ട് ഈസ് ഓർഗാനോഗ്രാം? ദി ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷോയിങ് ദി റിലേഷൻഷിപ്പ് ഓഫ് പൊസിഷൻ ഓർ ജോബ്സ് വിത്തിൻ. അതായത് ഒരു ഓർഗനൈസേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുതൽ ഏറ്റവും ലോവർ ഗ്രേഡിലുള്ള സ്റ്റാഫുകളുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മോസ്റ്റ് സീരിയസ് ഫോം ഓഫ് ഫുഡ് പോയ്സണിങ് ഏതാണ്? ബോട്ടുലിസം, ഫുഡ് പോയ്സണിങ്. ബോട്ടുലിസം ആണ് മോസ്റ്റ് സീരിയസ് ഫോം. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺഫാബുലേഷൻ. വട്ട് ഈസ് അൺകോൺഷ്യസ് ഫില്ലിംഗ് ഓഫ് മെമ്മറി ഗ്യാപ്സ് ബൈ ഇമാജിനറി ഇവൻറ്റ്സ്. അതായത് ഇമാജിനറി ഇവൻറ്റ്സ്, മെമ്മറി ഗ്യാപ്പ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പേഷ്യൻസിന്, ഒരു സൈക്കാട്രിക് കണ്ടീഷനാണ്, ഇങ്ങനെയുള്ള പേഷ്യൻസിന് മെമ്മറി ഗ്യാപ്പ് ഉണ്ടാവും. ആ സ്ഥാനത്ത് അവർ ഇമാജിനറി ഇവൻറ്റ്സിനെ ഫില്ല് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം പേഷ്യൻറ്റ് ലാസ്റ്റ് ടൈം ഡോക്ടറെ വിസിറ്റ് ചെയ്ത സമയം അവർക്ക് ഓർമ്മയുണ്ടാവും. ഈ സമയത്തുള്ള വിസിറ്റ് വരുന്ന സമയത്ത് ഡോക്ടർ അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ പേഷ്യൻറ്റ് ലാസ്റ്റ് ടൈം വന്ന കാര്യം പറയും, ബട്ട് ഇതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളത് പേഷ്യൻ്റെ ഓൺ ഐഡിയാസ് ഫില്ല് ചെയ്യും. ഓക്കെ, ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കൺഫാബുലേഷൻ. ആക്ച്വലി ഉള്ള റിയൽ ഒരു ഇങ്ങനെ വറ്റി വരേണ്ട ഒരു പാടത്ത് ഇങ്ങനെ ഒരു സീബ്ര നിൽക്കുന്നതും, പിന്നെ ഈ ഒരു മരം ഉണ്ടോ ഉണങ്ങി നിൽക്കുന്ന ലീഫൊന്നും ഇല്ലാത്തൊരു മരം നിൽക്കുന്നതുമാണ്. ബട്ട് പേഷ്യൻ്റെ കൺഫാബുലേഷനാണ്. അതായത് ഇതാണ് പേഷ്യൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻ്റെ ഓൺ ഐഡിയാസ് വെച്ച് ഫില്ല് ചെയ്യുന്നത്, ഇതിനെയാണ് കൺഫാബുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, next one, TNI, Trained Nurses Association of India, is established in 1908. Okay, 1908. Then example for inhibitory neurotransmitter. Inhibitory neurotransmitter example ഏതാണ്? ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ്. ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ്. ഓക്കെ, ട്രാൻസ്മിറ്റേഴ്സ് ഏതാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ, അസറ്റൈൽ കോളിൻ, ഡോപ്പമൈൻ, അതുപോലെയുള്ളതൊക്കെയാണ്. അതിൻ്റെ ഇൻഹിബിറ്ററിയുടെ എക്സാമ്പിൾ വരുന്നത് ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആക്സസറി ഗ്ലാൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മെയിൽ റീപ്രൊഡക്ഷൻ്റെ ആക്സറി ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ, കോപ്പേഴ്സ് ഗ്ലാൻഡ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, സെമിനൽ വെസിക്കിൾ, കോപ്പേഴ്സ് ഗ്ലാൻഡ് ആൻഡ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. നെക്സ്റ്റ് വൺ, വിൽ. വാട്ട് ഈസ് വിൽ? റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാട്ട് എ പേഴ്സൺ വാണ്ട്സ് ടു ഡു വിത്ത് ദ പ്രോപ്പർട്ടി ആൻഡ് പൊസഷൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്. അതായത് ഒന്നുമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു പേഴ്സൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൊസഷൻ, അയാളുടെ ഡെത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, പത്രം എഴുതി വയ്ക്കുന്നതിനാണ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എർഗണോമിക്സ്. വട്ട് എർഗണോമിക്സ്? ഫിറ്റിംഗ് ദി ജോബ് ടു ദി വർക്കർ. അതായത് ഒരു വർക്കറിന് ആപ്റ്റായിട്ടുള്ള ഒരു ജോബ് ഫിറ്റ് ചെയ്ത് ജോബ് കൊടുക്കുന്നതിനാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. ആ ഒരു തിയറിയാണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡെമോക്രാറ്റിക് സ്റ്റൈൽ. എ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻ വിച്ച് ദ ലീഡർ അലൗസ് ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ഫോളോവേഴ്സ് ഇൻ ഡെസിഷൻ മേക്കിംഗ്. അതൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ ഭരണം, ഒരു ലീഡർ നമ്മുടെ പാർട്ടിസിപ്പേറ്റേഴ്സിൻ്റെ ഇതും കൂടെ എടുക്കുന്നത്, എന്താണ്, ഡെസിഷൻസിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് ഡെമോക്രാറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ.
Next one, shake test. What is shake test? It is used to check the freeze sensitive vaccine for damage. അതായത് ഫ്രീസ് ചില വാക്സിൻസ് ഫ്രീസ്, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞു പോയി ഒരുപാട് തണുത്ത് പോയാൽ അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫ്രീസ് ആയിപ്പോയ DPT എക്സാമ്പിളാണ്. DPT ഫ്രീസ് ആയി കഴിഞ്ഞാൽ വൺസ് ഫ്രീസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ ഡിസ്കാർഡ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഷേക്ക് ടെസ്റ്റ്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നെക്സ്റ്റ് വൺ, ബെസ്റ്റ് വേ ടു കൺട്രോൾ ബ്ലീഡിങ്. ഏതാണ്? ഡയറക്റ്റ് പ്രഷറാണ്. ഓക്കെ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് പ്രഷർ. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ. ഫസ്റ്റ് വൺ, പാരനോയിഡ് എന്ന് പറയുമ്പോഴേ ഓർക്കുക ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും ഗ്രാൻഡൂറും ആണ് അതിൻ്റെ ഏറ്റവും മോസ്റ്റ്ലി കാണുന്നത്. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും ഗ്രാൻഡൂർ. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പെർസിക്യൂഷൻ? പെർസിക്യൂഷൻ ഒന്നുമല്ല, നമ്മുടെ ലൗഡ് വൺസ്, ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ അയാളെ കൊല്ലാൻ വരുന്നു അല്ലെങ്കിൽ എന്തൊരു ഉപദ്രവിക്കാൻ വരുന്നു എന്നൊരു തോന്നലാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. ഗ്രാൻഡൂർ എന്താണ്? നമ്മളെ ഗോഡ്, അതായത് ഒരു പവർ ഉണ്ട്, ആ ഒരു വ്യക്തിക്ക് എന്തോ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ളതിനാണ് ഗ്രാൻഡൂർ ഓർക്കുന്നത്. ഓക്കെ, ദെൻ ഡെലൂഷനും ഹാലുസിനേഷൻ പ്രസന്റ് ആണ്. ഓക്കെ, ഡെലൂഷൻ ആൻഡ് ഹാലുസിനേഷൻ പ്രസന്റ്. ഹാലുസിനേഷൻ അറിയാലോ, ഡെലൂഷൻ ഫാൾസ് അൺഷേക്കബിൾ ബിലീഫ് ആണ് ഡെലൂഷൻ. ഹാലുസിനേഷൻ ഫാൾസ് തിങ്കിങ് വിത്തൗട്ട് സ്റ്റിമുലൈ ആണ് ഹാലുസിനേഷൻ. ഓക്കെ, ദെൻ കാറ്റട്രോണിക് എന്താണ്? എക്സൈറ്റ്മെന്റ് ആൻഡ് സ്റ്റൂപ്പറസ്. രണ്ട് സ്റ്റേറ്റും ഉണ്ട്, ഒന്നുകിൽ മാനിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റൂപ്പറസ് സ്റ്റേറ്റ്. ഓക്കെ, എക്സ്ട്രീം നെഗറ്റീവ്സും ഉണ്ട്, അതുപോലെ തന്നെ മാനിയ സ്റ്റേറ്റും ഉണ്ട്. അതാണ് കാറ്റട്രോണിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ട് ഡിസോർഗനൈസ്ഡ്. അത് ബിസാറെ ബിഹേവിയർ ആണ്, നമ്മൾ അൺയൂഷ്വൽ സ്ട്രേഞ്ച് ബിഹേവിയർ ആണെങ്കിൽ ഡിസോർഗനൈസ്ഡിൽ. ഓക്കെ, ഡെലൂഷൻ ഉണ്ട്, ഹാലുസിനേഷൻ ഉണ്ടാവും. ഓക്കെ, ഇതിലും ഉണ്ട്. ദെൻ അൺഡിഫറൻഷിയേറ്റഡ് എന്താണ്? സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണ്. ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി കാണിക്കും, ബട്ട് എബോവ് പറഞ്ഞിരിക്കുന്ന ഒന്നുമായിട്ടും റിലേഷൻ ഉണ്ടാവില്ല. അതാണ് അൺഡിഫറൻഷിയേറ്റഡ് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ വാക്സിൻ്റെ ഫ്രീസൺ ടെസ്റ്റ് ഒന്നുമില്ലേ, അത് ഷേക്ക് ടെസ്റ്റ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ടെസ്റ്റും ഉണ്ട്, ഒരു കൺട്രോളും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ രണ്ട് ടെസ്റ്റും കൺട്രോളും നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് വെക്കുക. ആ സമയത്ത് ഇതാണ് ടെസ്റ്റ്, ഇതാണ് നമ്മുടെ ഇത്. ഇങ്ങനെ സെഡിമെൻറ്റേഷൻ ഇല്ലാതെ ഫുള്ളി കവർ ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സെഡിമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, അതാണ് അതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസീസ് റിലേറ്റഡ് ടു കൊറോണ വൈറസ് പോലത്തെ ഡിസീസ് ഏതൊക്കെയാണ്? സാഴ്സ് നമുക്കെല്ലാം അറിയാം, മെഴ്സ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ്. ഓക്കെ, സാഴ്സ് ആൻഡ് മെഴ്സ്. നെക്സ്റ്റ് വൺ, ഇൻട്രോസ്പെക്ഷൻ. വാട്ട് ഈസ് ഇൻട്രോസ്പെക്ഷൻ? The method in psychology which involves examination of one's own feelings and thoughts. അതായത് അവരവരുടെ തന്നെ ഫീലിങ്സും തോട്ടും സ്വന്തമായിട്ട് എക്സാമിൻ ചെയ്യുന്നതിനാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെസ്റ്റ് മെത്തേഡ് ടു ഓപ്പൺ ദി എയർവേ ഓഫ് an adult with suspected cervical injury. സസ്പെക്റ്റഡ് cervical injury ഉള്ള പേഷ്യൻ്റ്, അഡൽട്ട് പേഷ്യൻ്റ് എയർവേ ഓപ്പൺ ചെയ്യാൻ നമുക്കറിയാം ജോ ത്രസ്റ്റ് മാനുവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോർമലി ഉള്ള പേഷ്യൻ്റ് ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മെത്തേഡ്. ഓക്കെ, next one, the method of health education in which 4 to 8 persons who are qualified to talk about the topic sit and discuss a given problem in front of a large group. അതായത് ഒരു സ്റ്റേജിൽ ഡൈസ് ഉണ്ടാവും. ഡൈസിൽ ഒരു 4 to 8 പേഴ്സൺസ് ഇരിക്കും, അവർ ഡിസ്കസ് ചെയ്യും. അത് സ്റ്റേജിലിരിക്കുന്ന ഓഡിയൻസുമായിട്ടും അവരുടെ ഫ്രണ്ടിൽ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ എന്താ പറയുന്നത്? പാനൽ ഡിസ്കഷൻ. ഓക്കെ, അതായത് ഒരു ഡൈസിനകത്ത് 4 to 8 പേഴ്സൺസ് ഉണ്ടാവും, അവർ ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു ലാർജ് ഗ്രൂപ്പ് സ്റ്റേജിലും ഉണ്ടാവും. ഓക്കെ, ഓഡിയൻസ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, the placement of an immunocompromised person in a specialized room or unit to minimize the exposure to pathogen. നമുക്കറിയാം റിവേഴ്സ് ഐസൊലേഷൻ, അതായത് ഇമ്മ്യൂണോകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ സ്പെഷ്യലൈസ്ഡ് റൂമിലേക്ക് മാറ്റി പാത്തജൻസിൻ്റെ എക്സ്പോഷർ കുറയ്ക്കുന്നത് റിവേഴ്സ് ഐസൊലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, RT-PCR ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് ഡെങ്കു ഫീവർ ഡിറ്റക്ട്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാം ക്വസ്റ്റ്യൻ ആണ്. ഡെങ്കു ഫീവർ ടെസ്റ്റിൽ RT-PCR ടെസ്റ്റ് എന്തിനാണ് നടത്തുന്നത്? അത് എന്താണ് കണ്ടുപിടിക്കുന്നത്? വൈറൽ ന്യൂക്ലിക് ആസിഡിന്റെ പ്രസൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, വൈറൽ ഡെങ്കു വൈറസിന്റെ ന്യൂക്ലിക് ആസിഡിന്റെ പ്രസൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ, ബ്ലെൻഡിങ് ഓഫ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഇൻ ടു എ ഡോമിനന്റ് സൊസൈറ്റി. അതായത് മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ എഡ്യൂക്കേഷൻ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിൻ ചെയ്ത് ഡോമിനന്റ് സൊസൈറ്റിയിലേക്ക് ആക്കുന്ന ഒരു മെത്തേഡിനെ പറയുന്നത് അസിമിലേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെഷർ ഓഫ് overall disease burden expressed as a number of years lost due to ill health, disability or early death. ഓക്കെ, ഇതിന് എന്താ പറയുന്നത്? ഡാലി, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയർ. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ മെഷറാണ് ഡാലി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ദെൻ സോ ടൂത്ത്ഡ് പി വേവ്, ECGയിലെ സോ ടൂത്ത്ഡ് പി വേവ് ഏതാണ്? ഏട്രിയൽ ഫ്ലട്ടർ ആണ്. ഓക്കെ, ഏട്രിയൽ ഫ്ലട്ടർ ആണ് സോ ടൂത്ത്ഡ് പി വേവ്. ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് സോ, എന്താണ് നമ്മുടെ തടി അറുക്കുന്ന വാളില്ലേ, അതിൻ്റെതാണ് സോ ടൂത്ത്ഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ ജോ ത്രസ്റ്റ് മാനർ നമുക്കറിയാം സെർവിക്കൽ ഇഞ്ചുറി, സ്പൈൻ ഇവിടെയാണ്, ഇതിൻ്റെ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീൽ എബോവ് ദി പേഷ്യൻ്റ് ഹെഡ്, പേഷ്യൻ്റെ ഹെഡിൻ്റെ നേരെ മുട്ടുകുത്തിയിരുന്നതിന് ശേഷം ജോ പ്ലേസ് ഫിംഗേഴ്സ് ബിഹൈൻഡ് ദി ആംഗിൾ ഓഫ് ജോ, ഇതുപോലെ ഫിംഗർ ഇവിടെ ആംഗിൾ ജോയിൽ പിടിക്കുന്നു, യൂസ് തമ്പ് ടു പൊസിഷൻ ദി ലോവർ ജോ. ഓക്കെ, അതിനെയാണ് ജോ ത്രസ്റ്റ് മാനർ എന്ന് പറയുന്നത്. ഇതാണ് ഹെഡ് ലിഫ്റ്റ് ചിൻ ലിഫ്റ്റ് മാനർ. ഓക്കെ, The DALI, Disability Adjusted Life Year, is a measure of years lived with disability and years life lost. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 69 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പേഴ്സൺ, നമ്മൾ ഈ ഒരു എക്സാമ്പിൾ, ഒരു പേഴ്സണ് 50 ഇയേഴ്സിൽ ഫസ്റ്റ് ഒരു DM അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. 50 ഇയേഴ്സ്. പേഷ്യൻ്റ് ഒരു 60 ഇയേഴ്സിൽ ഡെത്തായി എന്ന് വിചാരിക്കുക. ഓക്കെ, 60 ഇയേഴ്സിൽ പേഷ്യൻ്റ് ഡെത്തായി. അപ്പോൾ നമുക്കറിയാം നോർമൽ ലൈഫ് എക്സ്പെക്റ്റൻസി 69 ആണ്. ഓക്കെ, 69 ആണെങ്കിൽ ഈ 50 to 60 ഇയേഴ്സ് ഇപ്പോൾ 10 ഇയേഴ്സ് വരും ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി ഇനി എക്സ്പെക്റ്റഡ് ലൈഫ് ഇയേഴ്സ് എത്രയുണ്ടെന്ന് 9. ഓക്കെ, അപ്പോൾ ടോട്ടൽ 19 ഇയേഴ്സ് ഉണ്ട്. ഓക്കെ, 10 ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ഇയേഴ്സ് 10 ഇയേഴ്സ്, അതുപോലെ തന്നെ ഡെത്ത് ആയതിനു ശേഷമുള്ള 9 ഇയേഴ്സ്, അങ്ങനെ 19 ഇയേഴ്സിനാണ് ഡാലി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു കേസിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാൻസർ അറൈസിങ് ഫ്രം പ്ലാസ്മ സെൽസ്. പ്ലാസ്മ സെൽസ് നിന്ന് അറൈസ് ചെയ്യുന്ന ക്യാൻസർ മയലോമയാണ്. ഓക്കെ, മയലോമ. ദെൻ ഓങ്കോളജിക് എമർജൻസി ഈസ് പ്രസന്റഡ് അസ് സിവിയർ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി. സിവിയർ ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റി ഉണ്ടാകുന്ന ഓങ്കോളജിക് എമർജൻസി. ഓക്കെ, ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ്, ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ദെൻ ദി പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് ജോയിന്റ് FAO ഓർ WHO ഫുഡ് സ്റ്റാൻഡേർഡ്സ് പ്രോഗ്രാം. Okay, then joint FA Food and Agriculture Organization, അതുപോലെ WHO ചേർന്നിട്ടുള്ള പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് ജോയിന്റ് FAO WHO ഫുഡ് സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ഏതാണ്? കോഡെക്സ് എലിമെന്റാറിസ് ആണ്. ഈ പിക്ചർ ഓർക്കുക. ഓക്കെ, ഈ രണ്ട് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇതിൻ്റെ കോഡെക്സ് എലിമെന്റാറിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്ട്രെയിൻസ് ആർ കോസ്ഡ് ബൈ എക്സസീവ് സ്ട്രെച്ചിങ്. സ്ട്രെയിൻസ് എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? ലിഗമെന്റ്സിന്റെ എക്സസീവ് സ്ട്രെച്ചിങ് കൊണ്ടുണ്ടാകുന്നതാണ് സ്ട്രെയിൻസ്. ഓക്കെ, ലിഗമെന്റ് എക്സസീവ് സ്ട്രെച്ചിങ് ആണ് സ്ട്രെയിൻസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, മാനുവർ ഈസ് യൂസ്ഡ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഷോൾഡർ ഡിസ്റ്റോർഷൻ, ദാറ്റ് ഈസ് മാക് റോബോട്ട്സ് മാനുവർ. പറഞ്ഞുതരാം, മനസ്സിലാവും. Manure which is used for management of shoulder dystocia, Mac Roberts manure. Okay, next one, a contagious disease of the skin characterized by pruritus, papules and vesicle. Pruritus, papules and vesicle. ഏതാണ്? Scabies ആണ്. Okay, scabies is caused by itch mite. ഇതിന്റെ ടെസ്റ്റ് ആണ് Barrow ink test. Okay, ഇത് ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ കോസിംഗ് ഇഞ്ചുറി ടു സിയാറ്റിക് നെർവ്. സിയാറ്റിക് നെർവിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഏതാണ്? ഗ്ലൂട്ടിയൽ ഇഞ്ചക്ഷൻ. ഗ്ലൂട്ടിയൽ ഇഞ്ചക്ഷൻ. ഓക്കെ, next one, chronic inflammation of eyelid margin is known as blepharitis. Chronic inflammation of eyelid margin is known as blepharitis. ഇതാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്താണ്? പൊട്ടൻഷ്യലി ഫാറ്റൽ മെറ്റബോളിക് കോംപ്ലിക്കേഷൻ ഡ്യൂ ടു റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ട്യൂമർ സെൽസ് ഡ്യൂറിങ് 12 to 72 hours ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത് റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ട്യൂമർ സെൽസ് ഉണ്ടാവും. ആ സമയത്ത് ഹൈപ്പർ യൂറീസീമിയ, ഹൈപ്പർ കലീമിയ, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ, ഹൈപ്പോ കാൽഷ്യമീയ, റീനൽ ഫെയിലിയർ, ഈ ഒരു കണ്ടീഷനെയാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതൊരു ഓങ്കോളജിക് എമർജൻസിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മാക്രോബോട്ട്സ് മാനർ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതൊന്നുമില്ല, ലെഗ്സ് ഫ്ലെക്സ് ചെയ്യും. അത് അബ്ഡോമനിലേക്ക് ലെഗ്സ് ഫ്ലെക്സ് ചെയ്തതിന് ശേഷം ആ സമയത്ത് നമ്മുടെ റൊട്ടേഷൻ ഓഫ് പെൽവിസ് ഉണ്ടാവും, അലൈൻമെന്റ് ഓഫ് സേക്രം ആൻഡ് ഓപ്പണിംഗ് ഓഫ് ബർത്ത് കനാൽ കുറച്ചുകൂടെ വൈഡായിട്ട് നടക്കും. ഈ സമയത്ത് സൂപ്രാപ്യൂബിക് പ്രഷറും കൂടെ അപ്ലൈ ചെയ്യുന്നതിനാണ് മാക്രോബോട്ട്സ് മാനർ. ഇത് ഷോൾഡർ ഡിസ്റ്റോഷ്യയുടെ ഒരു മെത്തേഡാണ്. ഓക്കെ, ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് വൺ, മസിൽസ് ഓഫ് ഗ്ലൂട്ടിയൽ റീജിയൻ. നമുക്കറിയാം ഗ്ലൂട്ടിയൽ മാക്സിമസും മീഡിയസും ഒക്കെ ഉണ്ട്. ഇതാണ് സിയാറ്റിക് നെർവ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിലാണ് ഇഞ്ചുറി ഉണ്ടാവുന്നത്. ഓക്കെ, ഇഞ്ചുറി ഈ ഏരിയയിൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ സിയാറ്റിക് നെർവിന് ഇഞ്ചുറി ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ഡ്രോപ്പ് ഓഫ് നോർമൽ സലൈൻ ഇൻസ്റ്റിൽഡ് ഇൻ ദി ഐസ് ഓഫ് ആൻ അൺകോൺഷ്യസ് പേഷ്യൻറ്റ് ടു ടെസ്റ്റ്. അതായത് ഒരു നോർമൽ സലൈൻ ഡ്രോപ്സ് അൺകോൺഷ്യസ് പേഷ്യൻ്റെ കണ്ണിൽ അടിച്ചു നോക്കുന്നത് എന്ത് ടെസ്റ്റിനാണ്? കോർണിയർ റിഫ്ലെക്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കോർണിയർ റിഫ്ലെക്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഒരു കോട്ടൺ ബോളിൻ്റെ ടിപ്പ് കൊണ്ടാണ് നോക്കുന്നത്. അൺകോൺഷ്യസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് നോർമൽ സലൈനാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഗ്രെയിൻ ഡസ്റ്റ് ഓർ ഹെയർ ഡസ്റ്റ് എന്താണ്? ഇത് ഒക്കുപേഷണൽ ഡിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫാമേഴ്സ് ലങ് ആണ്. ഓക്കെ, ദെൻ കോട്ടൺ ഡസ്റ്റ് ബിസിനോസിസ്, ഷുഗർ കെയിൻ ഡസ്റ്റ് ബാഗസോസിസ്. ഓക്കെ, ബാഗസോസിസ് ഷുഗറിൻ്റെ ബാഗസോസിസ്. ഇത് ഓർത്ത് വയ്ക്കുക, കോട്ടൺ ഡസ്റ്റും ഷുഗർ കെയിൻ ഡസ്റ്റും നമുക്ക് എപ്പോഴും മറന്നു പോകും. ഷുഗർ
ഷുഗറിലും ജി ഉണ്ട്, ബേഗസോസിലും ജി ഉണ്ടെന്ന് വെച്ച് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ദി മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ഡെലിവറിംഗ് ഇൻഹേൽഡ് മെഡിക്കേഷൻ സച്ച് ആസ് കോർട്ടിക്കോസ്റ്റിറോയിഡ് ഫോർ ദി മാനേജ്മെന്റ് ഓഫ് ബ്രോങ്കിയൽ ആസ്മ ഇൻ ഇൻഫൻസ്. അതായത് ഇൻഹേൽഡ് മെഡിക്കേഷൻ, ഇൻഫൻസിന് ഇൻഹേൽഡ് മെഡിക്കേഷൻസ് കൊടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? മീറ്റേർഡ് ഡോസ് ഇൻഹേലർ വിത്ത് സ്പേസർ ആൻഡ് മാസ്ക്. ഓക്കെ, മീറ്റേർഡ് ഡോസ് ഇൻഹേലർ വിത്ത് സ്പേസറും വേണം, മാസ്കും വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് വൺ, ഇൻ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ ദി സർവൈക്കൽ ഡയലേഷൻ ഓഫ് പ്രൈമി ഗ്രാവിഡ ഈസ് അറ്റ് ദി റേറ്റ്. അതായത് ആക്റ്റീവ് ഫേസിൽ പ്രൈമി ഗ്രാവിഡയുടെ സർവൈക്കൽ ഡയലേഷൻ 1 cm/h ആണ്. ഓക്കെ, 1 cm/h ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഡിസീസ് ഓഫ് എ ബോണി ലാബ്രിന്ത് ഓഫ് ഇയർ ഇൻ വിച്ച് ദി നോർമൽ ബോൺ ഈസ് റീപ്ലേസ്ഡ് ബൈ ഇമ്മച്വർ സ്പോഞ്ചി ബോൺ. അതായത് ഇയറിലെ ബോണി ലാബ്രിന്ത് ഇമ്മച്വർ സ്പോഞ്ചി ബോൺ റീപ്ലേസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? ഓട്ടോസ്ക്ലീറോസിസ്. ഓക്കെ, ഓട്ടോസ്ക്ലീറോസിസ്. ഇതാണ് നമ്മുടെ മീറ്റർ ഡോസ് ഇൻഹേലർ വിത്ത് സ്പേസർ. ഇതാണ് മാസ്ക്. ഓക്കെ, സ്പേസറും മാസ്കും വെക്കുന്ന മീറ്റർ ഡോസ് ഇൻഹേലർ, ഇതാണ് മെഡിസിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റേജസ് ഓഫ് ലേബർ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം, കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ സർവൈക്കൽ ഡയലേഷൻ 0 to 10 cm ആകുന്നത് വരെയുള്ള സ്റ്റേജിനാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ, ആ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ലേറ്റന്റ് സ്റ്റേജ്, ആക്റ്റീവ് സ്റ്റേജ്, ട്രാൻസിഷണൽ സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജസ് ഉണ്ട്. ലേറ്റന്റ് സ്റ്റേജിൽ 0 to 3 cm ആണ് ഡയലേഷൻ വരുന്നത്. ആക്റ്റീവ് സ്റ്റേജിൽ 4 to 7 cm, ട്രാൻസിഷണൽ സ്റ്റേജിൽ 8 to 10 cm ഡയലേഷൻ ഉണ്ടാവും. ഫുള്ളി ഡയലേഷൻ എത്തുന്നവരെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി ഫുള്ളി ഡയലേഷൻ തൊട്ട് ഡെലിവറി ഓഫ് ഫീറ്റസ്, അതിന് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഓക്കെ, fetal expulsion second stage. Next third stage placental delivery. Okay, fourth stage maternal hemostasis അല്ലെങ്കിൽ maternal stabilization ആണ് fourth stage എന്ന് പറയുന്നത്. Okay, next one, first aid management of snake bite ഒന്നല്ല, first aid management. first aid management എന്താണ്? immobilize the affected limb. Okay, immobilize the affected limb. എന്തിനാണ്? prevent circulation prevent ചെയ്താൽ സ്പ്രെഡിങ്, പോയിസൺ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി ബെസ്റ്റ് മെത്തേഡ് ഓഫ് കൺഫേമിംഗ് ദി പൊസിഷൻ ഓഫ് NG ട്യൂബ് ആഫ്റ്റർ ഇൻസേർഷൻ. NG ട്യൂബ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ കൺഫർമേഷനുള്ള ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? എക്സ്റേ ചെസ്റ്റ് ആൻഡ് അപ്പർ അബ്ഡോമൻ ആണ്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണും. എയർ പൾസ് ചെക്ക് ചെയ്യുന്നത്, പിന്നെ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെക്ക് ചെയ്യുന്നത്, ഇതൊക്കെയുണ്ട്. അതിൻ്റെ കറക്റ്റ് കൺഫർമേഷൻ മെത്തേഡ് എക്സ്റേ ചെസ്റ്റ് ആൻഡ് അപ്പർ അബ്ഡോമൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെഡ് റിബൺ ഇൻഡിക്കേറ്റ്സ്. റെഡ് റിബൺ ഏതാണ്? HIV ഓർ AIDS. ഓക്കെ, വൈറ്റ് റിബൺ ഏതാണ്? സേഫ് മദർഹുഡ്. ഓക്കെ, മറന്നു പോരുത്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ലുക്കീമിയ ഇൻ ചിൽഡ്രൻ. അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയാണ് മോസ്റ്റ് കോമൺ ടൈപ്പ്, ALL. ഓക്കെ, അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ലുക്കീമിയ ഇൻ ചിൽഡ്രൻ. നെക്സ്റ്റ് വൺ, യൂറിൻ ബാഗ് എംറ്റിങ്. അതായത് യൂറിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കത്തീഡ്രൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് യൂറിനറി ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നേഴ്സ് എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഉള്ളത് ഫുള്ള് ഇപ്പം 3/4 ഫില്ലാകുന്ന സമയത്ത് യൂറിൻ എംറ്റി ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, യൂറിൻ ബാഗ് എപ്പോഴാണ് ഫില്ല് ചെയ്യണം, എംറ്റി ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ, ഇൻ നോർമൽ പ്രഗ്നൻസി ബീറ്റാ HCG ഡബിൾസ്. അതായത് ബീറ്റാ HCGയുടെ വാല്യൂ നോർമൽ പ്രഗ്നൻസിയിൽ എപ്പോഴൊക്കെ ഡബിൾ ചെയ്യും? 48 അവേഴ്സിനുള്ളിൽ 48 അവേഴ്സ്. ഓക്കെ, എവരി 48 അവേഴ്സ് കഴിയുമ്പോൾ ഡബിൾ ചെയ്യും. നെക്സ്റ്റ് 6 വീക്സ് കഴിഞ്ഞാൽ 96 അവേഴ്സ് കഴിയുമ്പോൾ. ഓക്കെ, 6 വീക്സ് വരെ 48 അവേഴ്സിൽ ബീറ്റാ HCG ഡബിൾ ചെയ്യും. അതായത് 48 അവേഴ്സ് എന്ന് പറയുമ്പോൾ 2 days. ഓക്കെ, ഇനി 6 വീക്സ് ആകുമ്പോൾ 96 അവേഴ്സ് കഴിയുമ്പോഴാണ് ഡബിൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സൾഫോസാലിസിലിക് ആസിഡ് ഇസ് യൂസ്ഡ് ടു ടെസ്റ്റ് ആൽബുമിൻ ഇൻ യൂറിൻ. ഓക്കെ, ആൽബുമിൻ അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ നമ്മൾ യൂറിൻ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ സൾഫോസാലിസിലിക് ഡ്രോപ്സ് പോർ ചെയ്യുന്ന സമയത്ത് ടർബിഡിറ്റി ഉണ്ടെങ്കിൽ ആൽബുമിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സൾഫോസാലിസിലിക് ആസിഡ്. നെക്സ്റ്റ് വൺ, ഇൻ ബ്രീച്ച് പ്രസൻറ്റേഷൻ എൻഗേജ് ഇൻ ഡയമീറ്റർ ഈസ്. ബ്രീച്ച് പ്രസൻറ്റേഷൻ നമുക്കറിയാം, ഹെഡ് അല്ല ബട്ടക്സ് ആണ് ആദ്യം വരുന്നത്, അതിനെയാണ് ബ്രീച്ച് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എൻഗേജ് ഇൻ ഡയമീറ്റർ ഏതാണ് അസസ് ചെയ്യുന്നത്? ബൈ ട്രൊക്കാൻഡറിക് ഡയമീറ്റർ. അത് ഞാൻ പറഞ്ഞുതരാൻ മനസ്സിലാവും. ബൈ ട്രൊക്കാൻഡറിക് ഡയമീറ്റർ. Next one, the type of fluids which can be administered for resuscitation during emergent phase of burns management. അതായത് എമർജൻസി ബേൺസിൻ്റെ എമർജൻസി മാനേജ്മെൻറ്റിന് ഏത് ഫ്ലൂയിഡാണ് കൊടുക്കുന്നത്? ക്രിസ്റ്റലോയിഡ്സ് ആണ്. ഓക്കെ, ക്രിസ്റ്റലോയിഡ്സ് ഫ്ലൂയിഡ് വോളിയം സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ക്രിസ്റ്റലോയിഡ്സ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ ആണ് ട്രൊക്കാൻഡർ. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ വരുന്നത് ട്രൊക്കാൻഡർ ആണ്. ഈ ബൈ ട്രൊക്കാൻഡറിക് ഡയമീറ്റർ ആണ് ബ്രീച്ച് പ്രസൻറ്റേഷനിൽ എടുക്കുന്നത്. നമ്മുടെ ഹെഡിന് സെഫാലിക് പ്രസൻറ്റേഷൻ ആവുക സബ്രഗ്മാറ്റിക് ടെമ്പറേച്ചർ അല്ല, ഡയമീറ്റർ ആണ് അസസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടോസിസ്. വാട്ട് ഈസ് ടോസിങ്? ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ് ഈസ് കാൾഡ് ടോസിസ്. ഓക്കെ, ദെൻ സ്ട്രബിസ്മസ്. സ്ട്രബിസ്മസ് മീൻസ് ക്രോസ് റൈസ്, അതായത് കോങ്കണ്ണ്. ഓക്കെ, സ്ട്രബിസ്മസ് ഈസ് ക്രോസ് റൈസ്.
നെക്സ്റ്റ് എ ക്ലൈൻറ്റ് വിത്ത് ഡിയോഡിനൽ അൾസർ മോസ്റ്റ്ലി കംപ്ലൈൻറ്റ് ഓഫ് പെയിൻ. അതായത് ഡിയോഡിനൽ അൾസറുള്ള പേഷ്യൻറ്റ് 1 to 4 hours ആഫ്റ്റർ ഈറ്റിംഗ് കഴിയുമ്പോഴാണ് പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോറി, പെയിൻ 1 to 4 hours after eating will complain about pain. Okay, next one, position for comfort. Comfortable positions ഏതൊക്കെയാണ്? Fowler's position, supine position, prone position. ഇതിൻ്റെ എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനകത്ത് നീ ചെസ്റ്റ് പൊസിഷനും കൂടെ ഉണ്ടായിരുന്നു. നീ ചെസ്റ്റ് പൊസിഷൻ തെറാപ്യൂട്ടിക് പൊസിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫൗളേഴ്സ് പൊസിഷൻ, സുപ്പൈൻ പൊസിഷൻ, പ്രോൺ പൊസിഷൻ ഒക്കെ കംഫർട്ടബിൾ പൊസിഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബെഡ് ഇൻ വിച്ച് ടോപ്പ് ഷീറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 parts. ടോപ്പ് ഷീറ്റ് 2 parts ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബെഡ് ഏതാണ്? ആംബ്യൂട്ടേഷൻ ബെഡാണ്. ഒരുപാട് ബെഡ്സിന് ക്ലോസ്ഡ് ബെഡ്, ഓപ്പൺ ബെഡ്, ഒക്കപ്പൈഡ് ബെഡ് അതിനുണ്ട്, അതൊന്ന് നോക്കിക്കൊള്ളണം. ആംബ്യൂട്ടേഷൻ ബെഡാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ തിയറി ഓഫ് നഴ്സിംഗ് ഈസ് ബൈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. എൻവയോൺമെൻറ്റൽ തിയറി ഓഫ് നഴ്സിംഗ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതുപോലെ തന്നെ സെൽഫ് കെയർ തിയറി ആരാണ്? ഡൊറാത്തിയ ഓറ. ഓക്കെ, സെൽഫ് കെയർ തിയറി ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹോർമോൺ കോസിങ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻ പ്രഗ്നൻസി. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രഗ്നൻസിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, പ്രൊജസ്ട്രോൺ. ഓക്കെ, ഈസ്ട്രജൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇതിനകത്ത് എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. HCG ആയിരുന്നു തന്നിരുന്നത്. HCG ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്രഗ് അഡ്മിനിസ്ട്രേഡ് ഇഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യും. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ്സ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ആണ്. കാൽഷ്യം സപ്ലൈ ചെയ്ത് കൊടുക്കണം. കാൽസിറ്റോണിൻ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക. പാരാതൈറോയ്ഡ് കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ കാൽഷ്യം ഗ്ലൂക്കണേറ്റ് സപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് വൺ, ബി ലിഞ്ച് സ്വിച്ചർ ഈസ് യൂസ്ഡ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് PPH. ഓക്കെ, ബി ലിഞ്ച് സ്വിച്ചർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. PPHൻ്റെ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ആണ് PPH. ഓക്കെ, PPHൻ്റെ മാനേജ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ബി ലിഞ്ച് സ്വിച്ചർ എടുക്കുന്നത്. സോ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.